വാട്സാപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്, അതായത് നമുക്ക് വന്നിട്ടുള്ള വോയിസ് മെസ്സേജുകളൊക്കെ നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ, അതായത് ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കും. iOS-ലാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്, പക്ഷേ ആൻഡ്രോയിഡിലും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ 4 ലാംഗ്വേജ് ആണ് ഇവർ നൽകിയിട്ടുള്ളത്. അതിൽ ആകെ നമുക്ക് പരിചയമുള്ളത് ഇംഗ്ലീഷ് ഭാഷയാണ്. അപ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജിലാണ് വോയിസ് മെസ്സേജ് വന്നത് അതാണല്ലോ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ, അതായത് ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ, അതായത് മലയാളത്തിലോ തമിഴിലോ ഹിന്ദിയിലോ അറബിയിലോ നമുക്ക് ഒരു വോയിസ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കും? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം. ഏത് ഭാഷയിലുള്ള വോയിസ് മെസ്സേജും നിങ്ങൾക്ക് ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫാറ്റാടെക്കിൻ്റെ യൂട്യൂബ് ചാനലിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഫേസ്ബുക്കിൽ ഇങ്ങനെയുള്ള ലിങ്കുകളൊന്നും കൊടുക്കാൻ നമുക്ക് അനുമതിയില്ല. ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ കാണുന്നിടത്തൊക്കെ നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക കേട്ടോ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ കാണിച്ചിരുന്നതാണ്. അത് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് ലാംഗ്വേജ് എന്ന് കാണുന്ന സ്ഥലത്ത് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കരുത് കേട്ടോ. ഇവിടെ ലാംഗ്വേജ് യൂസ് എന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ മലയാളം തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. എല്ലാ ഭാഷയും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലയാളം ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഡണ്ണ് കൊടുക്കുക. ഓക്കെ, ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടൂ. ഇവിടെ ഞാൻ ഡണ്ണ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മലയാളം ഇംഗ്ലീഷ് എന്ന ഭാഗം ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഡണ്ണ് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇതുപോലെ ആഡ്സ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ചെറിയൊരു ആഡ്സ് മാത്രമേ വരികയുള്ളൂ. ഇനി നമുക്കിവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വോയിസ് ഞാനിവിടെ കേൾപ്പിച്ചു തരാം. ഇതൊന്ന് കേട്ട് നോക്കൂ. ബിരിയാണി അടിപൊളി, സൂപ്പർ, രാവിലെ തന്നെ അത് കഴിച്ചിട്ട് കിടന്നു. ഇപ്പോൾ വോയിസ് നിങ്ങൾ കേട്ടില്ലേ? നമുക്ക് ഇവിടെ ലോങ് പ്രസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷെയർ എന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇനി കാണുന്നില്ല എങ്കിൽ ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മോർ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റെഡ് കളർ ആയിരിക്കും നിങ്ങൾ കാണിക്കുക. കാരണം ഒരു ചെറിയൊരു ആഡ് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ ഇതുപോലുള്ള ചെറിയൊരു ആഡ്സ് ആയിരിക്കും വരിക. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അത് നമുക്ക് ശല്യമാകുന്ന കാര്യമൊന്നുമല്ല. ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നേരത്തെ പറഞ്ഞ ആ ഒരു വോയിസ് ഇവിടെ ടെക്സ്റ്റാക്കി മാറ്റി തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇംഗ്ലീഷിലേക്ക് നമുക്ക് നേരെ മലയാളം ഇംഗ്ലീഷാണല്ലോ നമ്മൾ സെലക്ട് ചെയ്തത്. ഇംഗ്ലീഷിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ട്രാൻസ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഇംഗ്ലീഷിലേക്ക് മാറി. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ടെക്സ്റ്റുകൾ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ താഴെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ വീണ്ടും തുറന്നിട്ട് അതിൽ നിന്നും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ, ഏത് ലാംഗ്വേജിൽ നമുക്കിപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക് വന്നിട്ടുണ്ട്. ബാക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ആ ലാംഗ്വേജ് ഇവിടെ കാണാൻ സാധിക്കും. സെറ്റിങ്സ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ലാംഗ്വേജിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. കണ്ടോ, ഇവിടെ ലാംഗ്വേജ് ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത മലയാളം ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ ഇനി തമിഴിലാണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലാണ് നിങ്ങൾക്ക് വോയിസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ കാണിച്ച അതേ മെത്തേഡിൽ നിങ്ങൾ അവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.